കോതമംഗലം രൂപതയിലെ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ കീഴിലുള്ള കുരിശ് വനംവകുപ്പ് തകർത്തതിൽ ശക്തമായ പ്രതിഷേധവുമായി കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ. ക്രൈസ്തവ വിശ്വാസികളേറെ ആദരവോടും വണക്കത്തോടും കൂടി കാണുന്ന കുരിശിന് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയുള്ള വനംവകുപ്പിന്റെ നടപടി അപലപനീയമെന്നും ജോൺസൺ തൊഴുത്തുങ്കൽ ഷെക്കേന ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ കീഴിലുള്ള കുരിശ് വനംവകുപ്പ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തകർത്തതിൽ കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതയ്ക്കുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ ഒരടിസ്ഥാന ശിലയാണ് കുരിശ് എന്ന് പറയുന്നത്. ആ കുരിശിനെ ബഹുമാനത്തോടും വണക്കത്തോടും കൂടിയാണ് വിശ്വാസികൾ സമീപിക്കാറുള്ളത്. അങ്ങനെ വിശ്വാസികൾ ഏറെ ആദരവോടെ കാണുന്ന കുരിശിനെ വളരെ അവജ്ഞയോടെ JCB ഉപയോഗിച്ച് തകർക്കുക എന്നുള്ളത് വിശ്വാസികളെ ഏറെ വ്രണപ്പെടുത്തുന്ന കാര്യമാണെന്ന് വനം വകുപ്പ് ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള മതാന്തരീക്ഷം അത് തകർക്കാനായിട്ട് ഒരു വകുപ്പും മുന്നിട്ടിറങ്ങരുത്. അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് മാത്രമേ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തികൾ ചെയ്യാവൂ എന്ന് കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങൾ അത് സ്ഥാപിക്കപ്പെടുമ്പോൾ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം എല്ലായ്പ്പോഴും ആവശ്യമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മാന്യമായ രീതിയിൽ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് വ്രണപ്പെടാതെ അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പ്രത്യേകിച്ച് വനം വകുപ്പിനും ഉണ്ട്.